ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് സഭായോഗമായി കടന്നു വന്നു. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി, ആരാധിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ പ്രേരിപ്പിച്ചതുപോലെ നമ്മളിന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ ഹല്ലേലൂയ തീർത്തും വായിച്ചു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അല്പസമയം നമുക്ക് സംസാരിക്കുവാൻ അവിടുന്ന് നമ്മൾ സ്തോത്രം ആഗ്രഹിക്കുന്നു. നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി അയക്കാം. 3-ാമത്തെ അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ആമേൻ. ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെയ്യുന്നു. സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്തു അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്ന ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ആമേൻ. സ്തോത്രം. അവിടെ ഒന്ന് നിൽക്കട്ടെ. സ്തോത്രം. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകും. ജീവനുള്ളവൻ എന്നുള്ള പേര് നമുക്കുണ്ട്, എങ്കിലും കർത്താവായ യേശു പറയാണ് നാം മരിച്ചവനാണ്. എന്തുകൊണ്ടാണ് മരിച്ചവനായത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മരിച്ചവനായിരിക്കുന്നത്? ജീവനുണ്ടെന്ന് നമുക്ക് പേര് പറയുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മരിച്ചത്? പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് പുതിയ നിയമസഭയിൽ സ്തോത്രം, പുതിയ നിയമസഭ എന്ന് തന്നെ പറയണം. കാരണം എന്താ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അനുജയിക്കില്ല. അപ്പം ഇതൊരു പുതിയ നിയമസഭ തന്നെയാണ്. കാരണം ഒരുവൻ ക്രിസ്തുവിലായ, നമ്മൾ വ്യക്തമായി പറയുമ്പോൾ ഇസ്രായേലിലുണ്ടായിരുന്ന ഇസ്രായേലിയർ പോലും യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ അവർ പുതിയ സൃഷ്ടികളായി. ആ പുതിയ സൃഷ്ടിയായപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അപ്പൊ പുതിയ നിയമം, ആ പുതിയ സൃഷ്ടികളായിരിക്കുന്ന പുതിയ മനുഷ്യൻ, പുതുതായ മനുഷ്യരെല്ലാവരും വന്ന് കൂടുന്ന സഭയാണ് പുതിയ നിയമസഭ. അതിന് നമുക്കൊരു പുതിയ നിയമവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ നിയമമെല്ലാം വിട്ടിട്ട് പോയി. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വീഡിയോയിലും കഴിഞ്ഞ ആഴ്ചത്തെ സഭായോഗത്തിന്റെ വീഡിയോയിലും നമ്മൾ സംസാരിച്ചു. എന്താണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം.